ഗോൾഡൻസ് കോക്ക് ആശകൾ 1000. ഡയറക്ടർ ജി പ്രജിത്ത്, വടക്കൻ സെൽഫിയുടെ ഡയറക്ടർ. പ്രൊഡ്യൂസർ മറ്റാരുമല്ല, മലയാളികളുടെ സ്വന്തം, മലയാള സിനിമയുടെ സ്വന്തം ശ്രീ ഗോകുലം ഗോപാലേട്ടൻ. റൈറ്റേഴ്സ് അരവിന്ദ് രാജേന്ദ്രൻ ആൻഡ് നമ്മുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള, ഈ സിനിമയുടെ അല്ല സംവിധായകനായിട്ടുള്ള ജൂഡ് ആന്റണി ജോസഫ്. അദ്ദേഹം ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ്. റൈറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഡയലോഗ്സ് OG ഡയലോഗ്സ് ഉണ്ട്. അത് കൂടാതെ ഈ റെഫറൻസസ് മിക്ക സിനിമയിലും ഭയങ്കര ആരോപചകവും ഭയങ്കര മിസ്പ്ലേസ് ചെയ്ത് ആ സീനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവും. പക്ഷേ ഇതിലങ്ങനെയില്ല. ഇത് ഫ്രം മാസ് സ്കൂൾ ടു അപ്പനാണ് ഇപ്പോഴും, മറ്റേ ചില വീട്ടുകാരെ പറയാനല്ലേ അപ്പനാണ് ഇപ്പോഴും ഏറ്റവും മികച്ച നടനെന്ന് പറയുന്നില്ലേ, അത് ഇമോഷണലായിട്ട് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് പോലും ഡയലോഗ്സ് റെഫറൻസസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കോമഡിയിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിന് മൊത്തത്തിൽ പിന്നെ റൈറ്റിങ്ങിലായി കഴിഞ്ഞാലും എന്താണ് ജയറാമേട്ടൻ ഡിസേർവ് ചെയ്യുന്ന സാധനം എന്താണ്, അത് കറക്റ്റായിട്ട് സ്ക്രീൻ പ്ലേയിലായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായി കഴിഞ്ഞാലും ബാക്കിയുള്ള അദ്ദേഹത്തിന് ചുറ്റുള്ള ക്യാരക്ടേഴ്സായി കഴിഞ്ഞാലൊക്കെ തന്നെ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. DOP സ്വരൂപ് ഫിലിപ്പ്, എഡിറ്റർ ഷെഫീഖ് VB. ഈ പടം അങ്ങനെ ഒരുപാട് ഗിമ്മിക്സ് ഉള്ള സിനിമയൊന്നുമല്ല, സ്റ്റോറി ടെല്ലിംഗ് പടമാണ്, ഫാമിലി പടമാണ്, ഡ്രാമയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വല്ലാതെ ഗിമ്മിക്സ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അങ്ങനെ ആ ഒരു വൈബ് പിടിച്ചിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സിനിമയൊക്കെ കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ നല്ല സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ സനൽ ദേവ്. 1-2 പാട്ടുകൾ കൊള്ളാം. സന്തോഷ് പറഞ്ഞ പാട്ടുകളൊക്കെ ഒരു കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന പാട്ടുകളാണ്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയലോഗ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത പോലെ തന്നെ ഇതിൽ മ്യൂസിക് റെഫറൻസസും ഭയങ്കര കിടുമായിട്ട് നൈസായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷാർജ ടു ഷാർജയിലെ സോങ് ആ രീതിയിൽ അത് അവർ റീക്രിയേറ്റ് ചെയ്ത സാധനമാണ്, അല്ലാതെ അങ്ങനെ എടുത്ത് പ്ലേസ് ചെയ്തല്ല. അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ചെല്ലക്കാറ്റ്, ആ സാധനം നമ്മളെ മേസ്ട്രോ ഇളയരാജയാണ്, അത് ഇമോഷണലി ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ജയറാമേട്ടന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിന് വേണ്ട എക്സാക്ട് സെറ്റിംഗ്, ഒരു ഫാമിലി ഡ്രാമ, ഒരു കുറേ കോമഡിയൊക്കെ ഉള്ള ഒരു സെറ്റിംഗാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ആശാ ശരത്ത് വൈഫ്, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനായിട്ടുള്ള കാളിദാസ് ജയറാമൻ്റെ മകനായിട്ട്, പിന്നെ പെങ്ങളായിട്ട് ഒരു കുട്ടി. അപ്പോൾ ഇദ്ദേഹം ഒരു മെഡിക്കൽ റെപ്പാണ്. അപ്പോൾ കുറേ പ്രാരാബ്ദമൊക്കെ ഉണ്ട്, കുറേ വർഷങ്ങളായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഫാമിലിയെ നോക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ തുടക്കത്തിൽ അതാണ് ആ ഒരു ഫാമിലിയിലായിട്ടുള്ള ആ ഒരു സിനാരിയോയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പഴയ നമ്മൾ 90s അതുപോലെ 2000 ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫാമിലി പടങ്ങളിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സിനാരിയോയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അത് ഒരു ടിപ്പിക്കൽ സാധനമാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും പെർഫോമൻസ് കൊണ്ടും കൈയടക്കത്തോടെ ചെയ്തുകൊണ്ടും അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ജയറാമേട്ടൻ ഇതിൽ പ്രായമുള്ള മനുഷ്യനായിട്ടാണ്, കാരണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ അച്ഛനായിട്ട് തന്നെയാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ അത്രയും പ്രായമുണ്ടല്ലോ. ആശാ ശരത്തും ഓഫ് കോഴ്സ്. അപ്പം ആ രീതിയിൽ ചെറിയ കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില കുസൃതികൾ, ചെറിയ കോൺഫ്ലിക്ട്സ്, അതിലുണ്ടാകുന്ന ചില പിടലപ്പണക്കങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ പ്രാരാബ്ദം, പൈസ ഇല്ലാത്ത പ്രശ്നം, അതൊക്കെ ചെറിയ സീൻസിൽ കൂടെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ തുടക്കത്തിൽ ഇനിയിപ്പം കാളിദാസ് ജയറാമിൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ജൂനിയർ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അജീഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. അപ്പോൾ പുള്ളി ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഒരു കണ്ടംപററി യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഒരു ഫിലിം ആസ്പിരൻ്റാണ്, സിനിമയിലേക്ക് കാരണം നടനാവണം, വലിയ ആളാവണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് കോണ്ടൻറ് ക്രിയേറ്ററാണ്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അതൊന്നും വലിയ ബോറടിപ്പിക്കാതെ നല്ല രസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. പിന്നെ അച്ഛൻ മകൻ ആ സാധനം ഉണ്ടല്ലോ, ആ ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി, അതൊക്കെ ആയിട്ട് ആണ് സിനിമ പോകുന്നത്. കാളിദാസ് ജയറാമിൻ്റെ ഫ്രണ്ട്സായിട്ട് അഖിലൻ നാർഡി, വൈശാ വിജയൻ, അഭിനന്ദ് എക്കോട്, ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ നൈസായിട്ട് പെർഫോം ചെയ്ത് പോവാം. പിന്നെ കുഞ്ചനൊരു സീനിൽ വന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവർ താമസിക്കുന്ന ഒരു ഹൗസിങ് കോളനി അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടെ കുറേ പേരുണ്ട്. നമ്മുടെ മന്മഥനുണ്ട്, പിന്നെ ദിലീപ് മേനോനുണ്ട്, ഷിൻ പുള്ളി ചൈനക്കാരനല്ല, മലയാളിയാണ്. പുള്ളിയുടെ പേര് അങ്ങനെയാണെന്നുള്ളൂ. ഈ സിനിമയുടെ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഷറഫുമാണ്, ഷറഫുദ്ദീൻ. സുമിത് രാഘവൻ എന്ന് പറയുന്ന ഒരു നെപ്പോ കിഡായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടുള്ള ഒരു ആക്ടർ. ഷറഫ് വന്നത് മുതൽ കളി മാറി മക്കളെ. അതായത് ഈ ഫാമിലി ഡ്രാമയായിട്ട് ഇങ്ങനെ പോകുന്നിടത്തുനിന്ന് ഷറഫ് സിംഗിൾ ഹാൻഡഡ്ലി സീൻസ് തൂക്കുകയാണ്. അതായത് ജയറാമേട്ടനും കാളിദാസൊക്കെ നിൽക്കുന്ന
ആ ഒരു സിനാരിയനകത്ത് ഷറഫുകാർ വന്നിട്ട് ഷറഫ് തൂക്കുക സിംഗിൾ ഹാൻഡഡ്ലി. പിന്നെ അവസാനമാണ് ഷറഫ് വരുന്നത്, അപ്പോഴും ഷറഫ് തന്നെ തൂക്കുകയാണ്. അപ്പോൾ ഷറഫിൻ്റെ ക്യാരക്ടർ ഈ സിനിമയുടെ ഭയങ്കര ഒരു പ്ലസ് ആണ്. അത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. സുധീർ പറവൂര് മറ്റേ നമ്മുടെ പാരഡി ഗാനൊക്കെ മനോഹരമായി പാടുന്ന അദ്ദേഹം ഈ പറഞ്ഞ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഷറഫിൻ്റെ ക്യാരക്ടറിൻ്റെ കയ്യാളായിട്ട് അങ്ങനെ എല്ലാ സിനിമയിലും കാണില്ല, സിനിമയിലും റിയൽ ലൈഫിലും ഉണ്ടാവും. പുള്ളി ഒന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷാനി കൃഷ്ണ നമ്മുടെ കെ കൃഷ്ണകുമാർ ഫാമിലിയിലെ ദോസ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ഗേൾസിലുള്ള ഇഷാനി കൃഷ്ണ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സിനിമ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയായതുകൊണ്ട് തന്നെ കുറേ സിനിമക്കാർ, വിപിനാലി ഒരു ക്യാരക്ടർ ചെയ്ത് പോയിട്ടുണ്ട്, നമ്മുടെ ബാദുഷ, ബട്ട് ക്യാഷ് ബാദുഷ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹൈദരാലിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹൈദരാലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഹൈദരാലിയായിട്ട് തന്നെ ആണെങ്കിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് സിനിമയിൽ കുറേ റെഫറൻസസും മ്യൂസിക് റെഫറൻസസും ഡയലോഗ് റെഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും എപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് കൾട്ട് ക്ലാസിക് സാൻഡൽ നമ്മളെ അത് പക്ഷേ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ അറിയോ, കറക്റ്റ് സെയിം കൈൻഡ് ഓഫ്, അതായത് ജയറാമേട്ടൻ അങ്ങനത്തെ ഒരു വികാരം വരുമ്പോഴാണല്ലോ പുള്ളി ആ എക്സ്പ്രഷൻ ഇടുന്നത്. അതായത് പുള്ളി ഒരു എന്തോ വലിയ സംഭവമായി പുള്ളി ഒരാളായി തോന്നുന്ന തരത്തിലുള്ള പരിപാടി വരുമ്പോഴാണല്ലോ പുള്ളി മറ്റേ പാപ്പ എക്സ്പ്രഷൻ ഇടുന്നത്. അത് പുള്ളി പല വട്ടിട്ടിട്ടുണ്ട് ലൈഫിൽ. അത് സലാം കാശ്മീരിൽ മാത്രമൊന്നുമല്ല, പണ്ട് ഷാറുഖ് ഖാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ മമ്മൂക്ക സ്റ്റേജിലുണ്ട്. അപ്പം SRKയുടെ കൂടെ വരുന്ന ആരാണ്, പിന്നെ ജയറാമേട്ടനാ. അന്ന് പുള്ളി സാധനം ഇട്ടിട്ടുണ്ട് സ്റ്റേജിൽ, ലൈവ് ഓൺ സ്റ്റേജിൽ പുള്ളി സാധനം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ പാപ്പ ട്രോളായതിനു ശേഷം പുള്ളി സാധനം ഇട്ടിട്ടുണ്ട്. ഏത് പുള്ളി എന്തോ ഡ്രൈവ് ചെയ്ത കാര്യമോ വെടിവെച്ച മീൻസ് മറ്റേ ഹണ്ടിങ് ചെയ്ത എന്തോ കാര്യം എന്തോ പറയുമ്പോൾ പുള്ളി സാധനം ഇട്ടാൽ. അപ്പോൾ പുള്ളിയുടെ ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ, അതെല്ലാ മനുഷ്യന്മാർക്കും നാച്ചുറൽ എക്സ്പ്രഷൻ കാണും. അപ്പോൾ അത് പുള്ളി തന്നെ എടുത്ത് ട്രോൾ ചെയ്ത്. പക്ഷെ ഇതൊക്കെ ഭയങ്കര കൂതറ പരിപാടിയായി പോകാൻ, അതായത് കൈയടക്കത്തോടുകൂടി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാതെ ഫോർ ദ സേക്ക് ഓഫ് റെഫറൻസ് ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ പാളിപ്പോയി. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ശരിക്കും പഴയ ജയറാമേട്ടൻ പടങ്ങൾ കാണും പോലെ ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഇങ്ങനെ രസിച്ച് കണ്ടുള്ള ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ചും ആയപ്പോഴേക്കും കുറേ ഫീൽ ഗുഡ്, ഓഫ് കോഴ്സ് കോൺഫ്ലിക്റ്റ്, ഡ്രാമ, അച്ഛൻ മക, അങ്ങനെ കുറേ ഇമോഷൻസ്, പിന്നെ കുറേ ഇമോഷൻസ് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയി. ബട്ട് സ്റ്റിൽ ക്ലൈമാക്സിലെത്തിയപ്പോഴും അത് റെൻഡർ ചെയ്ത രീതി, അത് പ്രസൻറ്റ് ചെയ്ത രീതി, അത് പിന്നെ അതിൻ്റെ ഒരു ട്രാൻസിഷൻ പരിപാടി ചെയ്ത രീതി, അങ്ങനെ മൊത്തത്തിൽ. പിന്നെ കാളിദാസിൻ്റെ റോള് പുള്ളി നീറ്റായി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ കയ്യിൽ നിന്ന് പോണ ഒരു ക്യാരക്ടറൊന്നുമല്ല. പുള്ളിക്ക് കേക്ക് വാക്കായിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളി അത്ര മോശം നടന്നൊന്നുമല്ലോ. പുള്ളി ചെറുപ്പത്തിലെ മറ്റേ എൻ്റെ ഇവിടെ അപ്പൂനിൽ അഭിനയിച്ച് വന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് കേക്ക് വാക്കായിട്ടുള്ള റോൾ തന്നെ അത്. പുള്ളി അത് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആയിട്ടുള്ള കോമ്പിനേഷൻസും കെമിസ്ട്രിയും പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അവസാനമായപ്പോഴേക്ക് ഈ നെപ്പട്ടിസെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ വെടിവെച്ചിട്ട് ശേഷം പിന്നെ ടോന്ന് ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും നേരം നെപ്പട്ടിസെ കുറിച്ച് സ്പൂൺ ഫീഡ് ചെയ്ത് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു തിയേറ്ററിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ആശാശരത്തൊക്കെ ഇൻവോൾവ് ചെയ്ത ഡയലോഗും പരിപാടി, നെപ്പട്ടിസം പരിപാടി എനിക്ക് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടും ഇതൊരു മനപ്പുറം ഒരു അങ്ങനെ ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഐറണി പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ നോക്കുന്ന സമയത്ത് ജയറാമേട്ടനും മോനും അഭിനയിച്ച സിനിമയ്ക്കകത്താണ് നെപ്പട്ടിസെ കുറിച്ച് പറയുന്നത്. ബട്ട് അതിനോട് യാതൊരുവിധ കൺസേണും ഇല്ല. അത് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം സിനിമ, റിയൽ ലൈഫ് ഈസ് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഞാൻ ആ രീതി പറഞ്ഞല്ല, പക്ഷെ അങ്ങനെ റീഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ റീഡ് ചെയ്യാം. പക്ഷേ ആസ് എൻ ഓൾ ഞാൻ ഫസ്റ്റ് ഹാഫ് റിയലി എൻജോയ്ഡ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ചില സീൻസ് വർക്കായില്ല. ഓവറോൾ ഐ എൻജോയ് ദ ഫിലിം. അതായത് ജയറാമിൻ്റെ ഫിലിം കുറേ കാലത്തിന് ശേഷമാണ് തിയേറ്ററിൽ കാണുന്നത് തന്നെ. അല്ലാതെ മറ്റേ കുറേ സിനിമയിൽ ഇദ്ദേഹം കാര്യം വരാറുണ്ട് ഇതര ഭാഷാ സിനിമകളിൽ. അങ്ങനെ അല്ലാതെ ഒരു മുഴുനീള ജയറാമിൻ്റെ ചിത്രം കണ്ടിട്ട് ഒരു 90s 2000s കണ്ട പോലത്തെ അതിനോടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കണ്ട് അങ്ങനെ അങ്ങ് സെറ്റായിട്ടുള്ള ഒരു പടം.